കണ്ണൂർ കീഴാറ്റൂരിൽ 20 വർഷമായി നെൽകൃഷിയില്ലെന്ന ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട്. കേന്ദ്രം നിയോഗിച്ച സമിതി പ്രദേശം സന്ദർശിച്ചപ്പോൾ തീറ്റപ്പുൽ കൃഷിയാണ് കണ്ടതെന്നും കേരള റീജിയണൽ ഓഫീസ് കേന്ദ്ര ഹൈവേ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കീഴാറ്റൂരിൽ നാളെ മുതൽ വയൽക്കിളികളുടെ നേതൃത്വത്തിൽ വീണ്ടും സമരം തുടങ്ങും. കഴിഞ്ഞ വർഷം ജൂലൈ 3-ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി വയൽക്കിളി നേതാക്കൾ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, BJP നേതാവ് PK കൃഷ്ണദാസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. ഈ ചർച്ചയിലാണ് കീഴാറ്റൂരിന് ബദൽ സാധ്യതകൾ തേടി പ്രത്യേക സംഘത്തെ നിയമിക്കാമെന്ന ഉറപ്പ് മന്ത്രി നൽകിയത്. തുടർന്ന് ജൂലൈ 9-ന് ഹൈവേ അതോറിറ്റിയുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ നിന്നുള്ള സംഘം കീഴാറ്റൂർ സന്ദർശിച്ചു. നവംബർ 2-നാണ് ഈ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിക്ക് കൈമാറിയത്. ഇതിലാണ് കീഴാറ്റൂരിൽ കഴിഞ്ഞ 20 വർഷമായി നെൽകൃഷിയില്ലെന്ന കണ്ടെത്തലുള്ളത്. മാത്രവുമല്ല, പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോൾ തീറ്റപ്പുൽ കൃഷിയാണ് കാണാൻ സാധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. ബദൽ സാധ്യതകൾ പരിശോധിക്കുന്നത് ദേശീയപാത വികസനത്തെ ബാധിക്കുമെന്നും ഏറ്റവും ചെലവ് കുറഞ്ഞ അലൈൻമെന്റ് കീഴാറ്റൂർ വഴിയുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഹൈവേ മന്ത്രാലയം കീഴാറ്റൂർ വയൽ ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുത്ത നടപടിക്കെതിരെ വയൽക്കിളികൾ നാളെ മുതൽ വീണ്ടും അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.